സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, 2029 ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന BJP സർക്കാർ നമ്മുടെ ലോകസഭയിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ സാർ, അവർ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ഒരു കാര്യത്തിലേക്ക് BJP ഗവൺമെൻറ് പോകുമോ? 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടത്താൻ ഒരു ആലോചന ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ്, അതിന് 2-3 കടമ്പകൾ കൂടെ ഇപ്പോൾ ലോകസഭയിൽ BJP നേരിടുന്നുണ്ട്. അതിലൊന്ന് വനിതാ സംവരണമാണ്, രണ്ടാമത്തത് മണ്ഡല പുനർനിർണയമാണ്. സാർ, BJP വിചാരിക്കുന്നിടത്ത് ഈ 2 കാര്യങ്ങളും എത്തുമോ? ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ്, അതിന് മുന്നിൽ, ആ സംഭവത്തിന് മുന്നിൽ ഇങ്ങനെ അത് ഒരു തിരഞ്ഞെടുപ്പ്, അതായത് 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ BJP അവരുടെ സ്ട്രാറ്റജി എന്തൊക്കെയായിരിക്കും അവർ മുന്നിൽ കാണുന്നത്? ഈ വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും ഒക്കെ നടക്കുമോ? ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വളരെയേറെ ആവശ്യമായ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്നാൽ അത് നടപ്പിലാക്കിയെടുക്കുന്നതിന് പല കടമ്പകളും കടക്കേണ്ടതായിട്ടുണ്ട്. 2029 ഇത് നടപ്പാക്കും എന്ന് BJP പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം BJPക്ക് അറിയാം ഇതിന്റെ പിന്നിലുള്ള പ്രോസസ്സുകൾ വളരെ വലുതാണ് എന്ന്. എന്തൊക്കെയാണ് ആ പ്രോസസ്സുകൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം കാലാകാലങ്ങളിൽ ഭരണഘടന നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ മണ്ഡല പുനർനിർണയം നടത്തേണ്ടതായിട്ടുണ്ട്. മണ്ഡല പുനർനിർണയം എന്ന് പറയുന്നത് സെൻസസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായിട്ടാണ് നടത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ പാർലമെന്റിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലും ഇത് ആവർത്തിച്ച് നടപ്പാക്കേണ്ടി വരും. അതായത്, ജനസംഖ്യാനുപാതികമായി ഒരു പാർലമെന്റിൽ മണ്ഡലത്തിൽ, ഒരു അസംബ്ലി മണ്ഡലത്തിൽ എത്ര ജനസംഖ്യ വേണം, അത് അതാത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെയും നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യയുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയെടുക്കേണ്ടതായി വരും. അങ്ങനെ കണക്കാക്കുമ്പോൾ നിലവിലുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കും, നിലവിലുള്ള നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. ഈ വർധനവ് അതാത് സംസ്ഥാനങ്ങളിൽ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണത്തിന്റെ വർധനവ് അതാത് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുകയും പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തിന്റെ വർധനവ് ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കുകയും വേണം. ഇതിനൊക്കെ കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോൾ ഏതായാലും 2029 അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കും എന്ന് കരുതാൻ വയ്യ. ഇനി അഥവാ അങ്ങനെ നടപ്പാക്കണം എന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് തീരുമാനിക്കുകയും സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് അതിതീവ്രമായ ഒരു നീക്കം നടത്തിയാൽ മാത്രമേ 2029 ഇത് സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളിൽ 22 സംസ്ഥാനം മാത്രമേ BJPക്കും സഖ്യകക്ഷികൾക്കുമായിട്ടുള്ളൂ. ബാക്കി 6 സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ളൊരു നീക്കം അങ്ങേയറ്റം ഭയാവഹമാണ്. കാരണമുണ്ട്. ഇതിൽ വനിതാ സംവരണം, അയ്യപ്പദാസ് പറഞ്ഞ പോലെ വനിതാ സംവരണവും ഉറപ്പാക്കേണ്ടി വരും. വനിതാ സംവരണം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് BJP ഒഴികെയുള്ള ഒരു പാർട്ടിക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ BJP ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും, നമ്മുടെ നാട്ടിലെ CPIM അടക്കം എല്ലാവരും കുടുംബ പാർട്ടികളാണ്. ഒരു കുടുംബമാണ് അതിന്റെ തലസ്ഥാനം. ഇപ്പോ കോൺഗ്രസിനെ ഉദാഹരണമായിട്ട് എടുത്താൽ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് ഹൈക്കമാൻഡ് എന്ന്. എന്നാൽ ഹൈക്കമാൻഡിൽ എത്ര അംഗങ്ങളുണ്ടെന്നും ഹൈക്കമാൻഡിൽ എത്ര, അതിന്റെ ഘടന എന്താണെന്നും ഹൈക്കമാൻഡിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നതെന്നും ഹൈക്കമാൻഡിന്റെ കാലാവധി എത്ര വർഷമാണെന്നും ചോദിച്ചാൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരന് മറുപടി പറയാൻ പറ്റിയല്ല. കാരണം ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് സോണിയാഗാന്ധി മക്കളും ചേരുന്നതാണ്. പക്ഷെ പാർട്ടിയുടെ ഭരണഘടനയ്ക്കകത്ത് അങ്ങനെ എഴുതി വെച്ചാൽ അതിന് നാണക്കേടാകും എന്നുള്ളതുകൊണ്ട് അത് എഴുതിയിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുടുംബ പാർട്ടിയാണ് കോൺഗ്രസ്, കുടുംബ പാർട്ടിയാണ് DMK, കുടുംബ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്, കുടുംബ പാർട്ടിയാണ് ബാക്കി എല്ലാ പാർട്ടികളും.
നമ്മുടെ കേരളത്തിലെ CPIM എന്ന് പറയുന്നത് ഇതുപോലെ കണ്ണൂർ ജില്ലയിലെ നമ്പ്യാന്മാരുടെ ഒരു കുടുംബ പാർട്ടിയാണ്. ഇത് ആരും പറയാൻ ധൈര്യപ്പെടുകയല്ലെങ്കിലും വസ്തുതകൾ വെച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. കണ്ണൂർ ജില്ലയിലെ നമ്പ്യാന്മാര് ഒരു 10-20 പേര് കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് CPIM എന്ന് പറയുന്നത്. അതിന്റെ തലപ്പത്തിരിക്കുന്നത് അവരാണ്. പിന്നെ വല്ല കാലത്ത് ഒരു അച്യുതാനന്ദനെയും അല്ലെങ്കിൽ ഒരു പിണറായി വിജയനെയും ഒക്കെ പ്രതിഷ്ഠിക്കുമെന്നല്ലാതെ അതിന്റെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ഒരു കുടുംബ സംവിധാനമാണ്. അതുകൊണ്ടാണല്ലോ ഇത്തവണത്തെ ഇലക്ഷൻ വന്നപ്പോ ഭാര്യമാരെ മുഴുവൻ മത്സരിപ്പിക്കാൻ തയ്യാറായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തം അനുസരിച്ച് ഈ ഭാര്യമാർക്ക് സീറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ ഭാര്യമാർക്ക് സീറ്റ് കൊടുക്കാം, ഭാര്യമാർക്ക് ജോലി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബ പാർട്ടിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് CPIM പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ കാശ്മീരിലെ PDP മുതൽ തമിഴ്നാട്ടിലെ DMK വരെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം കുടുംബ പാർട്ടികളാണ്. ഇപ്പൊ ശിവസേന എടുത്താൽ കുടുംബ പാർട്ടിയാണ്, സമാജ്വാദി പാർട്ടി എടുത്താൽ കുടുംബ പാർട്ടിയാണ്, അല്ലെങ്കിൽ ലാലു പ്രസാദിന്റെ പാർട്ടി എടുത്താൽ കുടുംബ പാർട്ടിയാണ്. കുടുംബ പാർട്ടി അല്ലാതെ ആരുമില്ല. ഈ കുടുംബ പാർട്ടികളെ സംബന്ധിച്ച് വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. കാരണം 33% 50% വനിതാ സംവരണം കൊടുക്കേണ്ടി വന്നാൽ ഈ കുടുംബം എല്ലാം കൂടെ അട്ടിമറിഞ്ഞു പോകും. അതുകൊണ്ട് അവർക്ക് ഈ വനിതാ സംവരണത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഭയമുള്ള വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാലതാമസം എടുക്കും. ഏതായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഈ രീതിയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് രാജ്യം നീങ്ങുക തന്നെ ചെയ്യും. പക്ഷെ അത് കാലതാമസം എടുക്കും. 2029 ഇലക്ഷന് ശേഷം വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കാം ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം നിലവിൽ വരിക. കാരണം ഇപ്പോൾ 22 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഭരണത്തിൽ വരുന്നതോടുകൂടി ഇത് കുറെ കൂടി എളുപ്പമാകും. നമുക്കിപ്പോ അറിയാം, DMK എന്ന് പറയുന്ന പാർട്ടി, അവരുടെ മുന്നണി ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കും. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ഇല്ല, വടക്കേ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല, ആകെ തെക്കേ ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന പേര് പറയാൻ പറ്റില്ല, അവർ LDF UDF എന്ന് തന്നെ പറയുക. കർണാടകത്തിൽ കോൺഗ്രസിന് ഭരണമുണ്ടെങ്കിലും അവിടെ ഒരു ഇന്ത്യ മുന്നണി ഇല്ല. അതേപോലെ തന്നെ തെലങ്കാനയിലില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ മുന്നണി അലുത്ത് ലയിച്ച് ഇല്ലാതാവുകയും അരക്ഷിതാവസ്ഥയിൽ പ്രതിപക്ഷം കെട്ടഴിഞ്ഞ ചൂല് പോലെ ചിതറിപ്പോവുകയും ചെയ്യുന്ന അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു 2-3 വർഷക്കാലത്തെ ഹോംവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിലെ സീറ്റുകൾ 850 സീറ്റുകളായി വർദ്ധിക്കുകയും നമ്മുടെ കേരളത്തിലെ നിയമസഭാ സീറ്റ് 140 എന്നൊക്കെ ഉള്ളത് 200-ലധികം സീറ്റായി വർദ്ധിക്കുകയും ഇതുപോലെ ഇന്ത്യ ആസകലം എല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിക്കുകയും ചെയ്യുന്നതോടുകൂടി നിലവിലിരിക്കുന്ന കുടുംബാധിപത്യ പാർട്ടികളുടെ അടിവേരറ്റു പോവുകയും ഇന്ത്യ മുഴുവൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കൺട്രോളിൽ വരികയും ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 2029 ശേഷം വരുന്ന ഇലക്ഷൻ തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അപ്പോ ഉണ്ടാകുന്ന ഒരു സംശയം, ഈ മണ്ഡല പുനർനിർണയത്തെ ഈ പാർട്ടികൾ ഭയപ്പെടുന്നില്ലേ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും മണ്ഡല പുനർനിർണയത്തെ ഈ പാർട്ടികൾ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കേരളം നമ്മൾ എടുക്കുകയാണെങ്കിൽ മണ്ഡല പുനർനിർണയം ഇതിനു മുമ്പ് 2008 നടന്ന സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്തുണ്ടായിരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കുറയുകയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തു. അത് കുറെ കൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഉള്ളിടത്തെല്ലാം മണ്ഡലങ്ങളുടെ എണ്ണം കൂടുകയും മുസ്ലിങ്ങൾ ഇല്ലാത്തിടത്തൊക്കെ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്തു. ഇതിനെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ ഭയം എന്താണെന്ന് വെച്ചാൽ ഇതോടുകൂടി പല രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതാകും. ഇപ്പോ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നോക്കൂ, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 5-6 രാഷ്ട്രീയ പാർട്ടികൾ അപ്രത്യക്ഷമായി പോയി. ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയിൽ ആകെ 2-3 പാർട്ടിയേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു MLA പോലും ഇല്ലാതെ അപ്രത്യക്ഷമായി പോയി. ഇതുപോലെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും വൻതോതിൽ രാഷ്ട്രീയ പാർട്ടികൾ അപ്രത്യക്ഷമാകുന്ന ഒരു കാലാവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾ അവശേഷിക്കുകയും വ്യക്തി കേന്ദ്രീകൃത കുടുംബ കേന്ദ്രീകൃത രാഷ്ട്രീയ പാർട്ടികൾ അസ്തമിക്കുകയും ചെയ്യും എന്നുള്ള ഭയം ഈ പറഞ്ഞ എല്ലാ പാർട്ടികളെയും പിടികൂടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ
വനിതാ സംവരണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പാർലമെന്റിന്റെയും നിയമസഭകളുടെയും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും അതിന്റെ അതിർത്തികൾ പുനർനിർണയിച്ച് പല പല കഷണങ്ങളാക്കി മാറ്റി പുതിയ ഒരു സിസ്റ്റം, പുതിയ ഒരു സീറ്റ് വ്യവസ്ഥ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെ ഭയപ്പെടുന്ന പാർട്ടികൾ അതിനെ എത്രമാത്രം എതിർത്താലും നിയമപരമായിട്ട് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരൊക്കെ ഭയപ്പെട്ടാലും ആരൊക്കെ എതിർത്താലും വെച്ചു താമസിപ്പിക്കാമെന്നല്ലാതെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സാർ, ഇതിൽ BJPക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നിയമസഭയായിരുന്നാലും പിന്നെ ഈ പറയുന്ന രീതിയിൽ ലോകസഭയായാലും BJP എന്ന പാർട്ടിക്ക് അവർക്ക് നിയമസഭയിലും അതുപോലെ ലോകസഭയിലും സീറ്റ് കിട്ടുന്നതിനുള്ള ഒരു തന്ത്രമാണെന്നാണ് ഈ എതിർ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അത് ശരിയാണോ? അവരങ്ങനെ പറയുന്നതിന്റെ കാരണം അവർക്ക് ഈ വസ്തുതകൾ അറിയാം എന്നുള്ളതാണ്. അതായത് BJP ആണ് ഇപ്പോൾ 28-ൽ 22 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്. അപ്പോൾ 28-ൽ 22 സംസ്ഥാനം ഭരിക്കുന്ന BJP തീർച്ചയായിട്ടും സീറ്റ് വിഭജനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് വിജയിക്കുന്ന പാർട്ടിയായി മാറും. സംശയമില്ല ആ കാര്യത്തിൽ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇന്ത്യ മുന്നണി വിട്ടുപോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി ചെറുതാവും. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും അതിലെ അംഗങ്ങളായിരിക്കുന്ന പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വനിതാ സംവരണം നടപ്പാകുന്നതോടുകൂടി കുടുംബാധിപത്യ വ്യക്തി കേന്ദ്രീകൃത പാർട്ടികളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ വരികയും അവർ ആഗ്രഹിക്കുന്ന ആൾക്ക് നേതൃത്വം കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ പാർട്ടി തന്നെ ശിഥിലമായി പോകും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ സീറ്റ് വിഭജനത്തിനോടുകൂടി ഇന്ത്യയിലെ സീറ്റ് വിഭജനം മാത്രമല്ല നടക്കാൻ പോകുന്നത്, ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ മറ്റു പാർട്ടികളിൽ ലയിക്കേണ്ടി വരും, പലരും പിളരേണ്ടി വരും, പലതും തെരഞ്ഞെടുപ്പിൽ തോറ്റ് അപ്രത്യക്ഷമാവും. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടും. അപ്പോഴും ഏറ്റവും കൂടുതൽ സീറ്റുകളോടുകൂടി തലയുയർത്തി നിൽക്കുന്ന പാർട്ടി BJP ആയിരിക്കും എന്നുള്ളത് ആർക്കും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. സർ, ജനസംഖ്യ അനുപാതികമായിട്ട് തന്നെ ആയിരിക്കുമോ ഈ ലോകസഭയിലേക്കുള്ള പ്രതിനിധികളുടെ എണ്ണം കൂടുന്നത്, അതുപോലെ നിയമസഭയിലേക്കും ഉള്ള പ്രതിനിധികളുടെ എണ്ണം കൂടുന്നത്? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജനസംഖ്യാനുപാതികമായിട്ട് തന്നെ ചെയ്യണം എന്നാണ് ഇന്ത്യയുടെ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ എല്ലാ രംഗത്തും അത് സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശം ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അവിടെ 60,000 ജനസംഖ്യ മാത്രമേ ഉള്ളൂ. അതിൽ വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു 45,000 പേരെ കാണുള്ളൂ. പക്ഷെ അവർക്കൊരു പാർലമെന്റ് സീറ്റ് ഉണ്ട്. ആൻഡമാൻ നിക്കോബാർ, അവിടെ ജനസംഖ്യ വളരെ ചെറുതാണ്, പക്ഷെ പാർലമെന്റ് സീറ്റ് ഉണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എടുക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യ മൊത്തമായിട്ട് എടുത്താൽ പോലും നമ്മുടെ ഒരു ജില്ലയുടെ ജനസംഖ്യ വരികയില്ല. പക്ഷെ അവർക്കൊരു പാർലമെന്റ് സീറ്റ് കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ജനസംഖ്യാനുപാതികം എന്നുള്ളത് ദ്വീപുകളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നമുക്ക് പാലിക്കാൻ പറ്റാതെ വരും. പക്ഷെ മറ്റ് പ്രദേശങ്ങൾ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മെയിൻ ലാൻഡ് എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഇത് ജനസംഖ്യാനുപാതികമായിട്ട് തന്നെ വീതിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള ഒരു വീതം വെയ്പ്പാണ് ഉണ്ടാവുക. പക്ഷെ അതിൽ പോലും ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സംസ്ഥാനത്തിനകത്ത് തന്നെ പാർലമെന്റ് മണ്ഡലങ്ങൾ ഒതുങ്ങണം എന്നുള്ളത് കൊണ്ട് സംസ്ഥാനത്തിന്റെ ജനസംഖ്യ പരിഗണിച്ചുകൊണ്ട് മണ്ഡലങ്ങൾ നിർണ്ണയിക്കേണ്ടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ജനസംഖ്യ ആയിരിക്കില്ല കേരളത്തിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ ഉള്ളിൽ വരിക. അങ്ങനെ ഒരു വ്യത്യാസം വരാം എന്നതൊഴിച്ചാൽ ശരാശരി ഏകദേശം ഒരുപോലെ വരുന്ന ജനസംഖ്യ ഒരുപോലെ വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളായിരിക്കും ഏറിയ കൂറും ഉണ്ടാവുക. ഏതായാലും സാർ, ഇത്തരം ചർച്ചകൾ ഇനിയും ചൂടുപിടിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാകുമോ അതോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി. താങ്ക് യു സാർ.